ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. മനുഷ്യർക്ക് മാത്രം സാധിക്കുന്നതും മനുഷ്യജന്മം സഫലമായി തീരാനും നാം എന്താണ് ചെയ്യേണ്ടത്? നാം ആരാണെന്ന പരമസത്യം അറിയുക. ഇപ്പോൾ നാം ധരിച്ചിരിക്കുന്നത് ഈ ദേഹമാണ് ഞാൻ എന്നാണ്. ദേഹം സ്ത്രീയാണെങ്കിൽ ഞാനൊരു സ്ത്രീയായും, ദേഹം പുരുഷനാകുമ്പോൾ ഞാനൊരു പുരുഷനാണ് എന്നും ധരിക്കുന്നു. അതിൽ നാം ഉറച്ചിരിക്കുകയാണ്. അതിലപ്പുറം അതിനെ മറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുകയേ ഇല്ല. എന്നാൽ നമ്മുടെ പ്രകൃതം ഇതല്ല. നമ്മുടെ ജന്മം സഫലമാവണമെങ്കിൽ നാം ആരാണെന്ന സത്യം അറിയണം. അതറിയാനാണ് നാം ഇവിടെ വന്നിരിക്കുന്നത്. മാനവജന്മം സഫലമാക്കിയിടുവാൻ മാനവർ ചെയ്യേണ്ടതൊന്നു മാത്രം. സ്വന്തം മനസ്സിൻ്റെ കുറ്റുനോക്കിക്കൊണ്ട് മാനവസേവ നിരതരാകൂ. നമ്മൾ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ലഘുവായ ഒരു പ്രവൃത്തിയാണ് ഇവിടെ പറയുന്നത്. ആദ്യഘട്ടത്തിൽ നാം ചെയ്യേണ്ടത് ഇതാണ്. മാനവജന്മം സഫലമാക്കിയിടുവാൻ മാനവർ ചെയ്യേണ്ടതൊന്നു മാത്രം. നമ്മുടെ ജന്മം സഫലമായി തീരാൻ നാം ചെയ്യേണ്ടത് എന്താണ്? സ്വന്തം മനസ്സിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് നാം നമ്മുടെ മനസ്സിൻ്റെ ചിന്താധാരകളെ, എപ്പോഴൊക്കെയാണ് മനസ്സ് മാറുന്നത്, മനസ്സിൽ എന്തെല്ലാം വിചാരങ്ങളാണ് പൊന്തിക്കൊണ്ടിരിക്കുന്നത്, ഓരോ സമയത്തും ഏതെല്ലാം നിറങ്ങളാണ് മനസ്സിലുണ്ടാവുന്നത് എന്നെല്ലാം നമ്മൾ നമ്മെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി വിചക്ഷണം ചെയ്യണം. അങ്ങനെ വിചക്ഷണം ചെയ്ത് മാനവസേവ നിരതരാകൂ. ഈ ലോകം ഒരു കണ്ണാടി പോലെയാണ്. കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പോരായ്മകളെയാണ് കാട്ടിത്തരുന്നത്. നമ്മുടെ മുഖത്ത് ഒരു കറുത്ത പാടുണ്ടെങ്കിൽ കണ്ണാടിയിൽ നോക്കിയാൽ ആ പാട് എവിടെയാണ് എന്ന് കാണുകയും അത് വൃത്തിയാക്കുവാനും നമുക്ക് സാധിക്കും. നമ്മുടെ പോരായ്മകളെ കാട്ടിത്തരുന്ന ഉപകരണമാണ് കണ്ണാടി എന്നത്. അതേപോലെ ഈ ലോകം ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിലേക്ക് നാം നോക്കുമ്പോൾ അവിടെ കാണേണ്ടത് നമ്മെ തന്നെയാണ്. ഇവിടെ സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും പക്ഷിമൃഗാദികളെയും സർവരെയും കാണുമ്പോൾ അവരിലെല്ലാവരും നിറഞ്ഞിരിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന ബോധം വേണം. ആരെങ്കിലും ഒരു തെറ്റായ പ്രവൃത്തി ചെയ്താൽ വാസ്തവത്തിൽ നാം എന്തു ചെയ്യണം? ആ തെറ്റുകൾ നാം ആവർത്തിക്കാതിരിക്കണം. അതാണ് തൻ്റെ കണ്ണാടിയിൽ നോക്കി തൻ്റെ മുഖത്ത് കാണുന്ന മാലിന്യങ്ങളെ തുടച്ചു കളയാൻ ഈ കണ്ണാടി സഹായിക്കുന്നു. അതുപോലെ ലോകത്തിൽ കാണുന്ന എന്തെല്ലാം അനീതികളും അക്രമങ്ങളും കാണുന്നുവോ അവയെല്ലാം നമ്മുടെ മനസ്സാകുന്ന കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നതാണ്. അത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെയാണ് നാം തൂത്തുമാറ്റേണ്ടത്. അപ്പോൾ ലോകത്തെ മാനവസേവ, മാനവരെ സേവിക്കുക എന്നാൽ ഒരു മനുഷ്യനോടും നമ്മിൽ നിന്നും അന്യമായി കാണരുത്. അന്യമായി കാണാത്ത വിധത്തിൽ വേണം ഓരോ ജീവികളെയും നമ്മൾ വീക്ഷിക്കാൻ. സർവചരാചരങ്ങളെയും ആത്മഭാവത്തിൽ വീക്ഷിക്കണം. തന്നിൽ എന്താണോ നിറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് മറ്റുള്ളവരിലും നിറഞ്ഞിരിക്കുന്നത് എന്ന ബോധത്തോടു കൂടി വേണം ഈ ലോകത്തിൽ നമ്മൾ വിഹരിക്കാൻ. അവിടെ നമുക്ക് ഉച്ചനീചത്വങ്ങളോ പണക്കാരനെന്നോ പണിക്കാരനെന്നോ സൗന്ദര്യമുള്ളവരെന്നോ സൗന്ദര്യമില്ലാത്തവരെന്നോ കുടുംബക്കാരെന്നോ അന്യരെന്നോ ഒരു വ്യത്യാസവുമില്ല. ഏകമായ പരമാത്മാവാണ് നമ്മുടെ എല്ലാവരുടെയും പിതാവ്. ഈ പ്രകൃതിയാണ് നമ്മുടെ എല്ലാവരുടെയും മാതാവ്. പ്രകൃതി മാതാവിൻ്റെയും
പരമാത്മാവാകുന്ന പിതാവിൻ്റെയും സന്താനങ്ങളാണ് ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും. ഈ ജഗത്ത് മുഴുവനും അപ്രകാരം തന്നെ. ആ നിലയിൽ ആരാണ് നമ്മിൽ നിന്നും അന്യരായിട്ടുള്ളത്? എല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ്. എല്ലാം നമ്മുടെ സ്വന്തമാണ്. ഞാൻ തന്നെയാണ് എല്ലാത്തിലും എന്ന ബോധം നമുക്ക് ഉറച്ചു കഴിയുമ്പോൾ ഏകതാബോധം നമ്മളിൽ ഉദയം ചെയ്യും. അതാണ് നാം ചെയ്യേണ്ടത്. അതാണ് മാനവജന്മം സഫലമാക്കാൻ നാം ചെയ്യേണ്ടത്. അപ്പോൾ മാത്രമേ മാനവജന്മം സഫലമാവുകയുള്ളൂ. മാനവജന്മം സഫലമാക്കിയിടുവാൻ മാനവർ ചെയ്യേണ്ടതൊന്നു മാത്രം. സ്വന്തം മനസ്സിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് മാനവ സേവ നിരതരാകൂ. ഹരേ കൃഷ്ണ.